നെക്സണും ഹാരിയറൊക്കെ റോട്ടിൽ കൂടെ പോകുമ്പോൾ കാണാൻ നല്ല ലുക്കാണ്, നല്ല റോഡ് പ്രസൻസ് ആണ്. പക്ഷേ ടാറ്റൻ്റെ ക്വാളിറ്റി കൺട്രോളിങ് ഭയങ്കര ലേസി ആയിട്ട് തോന്നിയിട്ടുണ്ട്. പലർക്കും ടാറ്റയുടെ കാറ് വാങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴേക്ക് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഹാങ് ആവുക, റിവേഴ്സ് ക്യാമറ ബ്ലാങ്ക് ആവുക, അതുപോലെ തന്നെ കുറേ സെൻസർ ഇഷ്യൂസ് വരിക, പിന്നെ കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ തന്നെ റസ്റ്റ് വരിക, പലവിടെയും തുരുമ്പെടുക്കുക, ഇങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അടുത്തൊരു ഇഷ്യൂ ആണ്, ടാറ്റയ്ക്ക് സെയിൽസ് ഭയങ്കരമായിട്ടുണ്ട്, പക്ഷേ സർവീസ് സെൻറ്ററിൽ അതിനനുസരിച്ചുള്ള കപ്പാസിറ്റി ഇല്ല, മെക്കാനിക്കുകൾക്ക് അതിനനുസരിച്ചുള്ള ട്രെയിനിങ്ങും ഇല്ല. നിറയെ ടെക്നോളജിക്കൽ വൈസ് ഭയങ്കരമായിട്ട് ടാറ്റയിൽ കുറേ കാര്യങ്ങളുണ്ട്, പക്ഷേ അതൊന്നും റെക്ടിഫൈ ചെയ്യാനുള്ള ഒരു ട്രെയിനിങ് ഒന്നും മെക്കാനിക്കലിന് വേണ്ട പോലെ കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ടാറ്റൻ്റെ സർവീസ് സെൻറ്ററിലേക്ക് പോവുകയാണെങ്കിൽ ദിവസങ്ങളോളം വണ്ടി അവിടെ കിടക്കേണ്ട ഒരു അവസ്ഥ. അത് കഴിഞ്ഞ് വണ്ടി നമുക്ക് തിരിച്ച് കിട്ടിയാൽ തന്നെ വീണ്ടും പുതിയ വേറെ എന്തെങ്കിലും ഇഷ്യൂസ്. അപ്പോൾ ഇതെല്ലാം ഒരു കൺസേൺ ആണ് ടാറ്റ എടുക്കുമ്പോൾ. ആഫ്റ്റർ സെയിൽസ് സർവീസൊക്കെ ഭയങ്കര മോശമാണെന്ന് തോന്നിയിട്ടുണ്ട് ടാറ്റൻ്റെ. ബാക്കി വണ്ടി വെച്ച് നോക്കുകയാണെങ്കിൽ വണ്ടി സേഫ്റ്റി ഉണ്ട്, ടെക് വൈസ് നോക്കുകയാണെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട്, ഫീച്ചേഴ്സ് ഉണ്ട്. പക്ഷേ ഈ ഒരു ആഫ്റ്റർ സെയിൽസ് സർവീസ് ഭയങ്കര മോശമായിട്ട് തോന്നിയിട്ടുണ്ട്. ടാറ്റൻ്റെ വണ്ടി എടുക്കുന്നത് ഒരു ലോട്ടറി എടുക്കണ പോലെ തോന്നിയിട്ടുണ്ട്. കുറേ പേർക്ക് ഒരു ഇഷ്യൂ ഇല്ലാണ്ട് ഇപ്പോഴും സുഖമായിട്ട് പോകുന്നുണ്ട്, ബാക്കി കുറേ പേർക്ക് ഇപ്പോഴും ഒരു തലവേദനയാണ്. എപ്പോഴും സർവീസ് സെൻറ്ററിൽ കയറി ഇറങ്ങാൻ തന്നെ സമയം കിട്ടുന്നുള്ളൂ. അപ്പോൾ ആസ് എ ടാറ്റ ഓണർ എന്താണ് നിങ്ങളുടെ എക്സ്പീരിയൻസ്? ഷെയർ ചെയ്യൂ.